സുഹൃത്തുക്കളെ 86 വർഷം പഴക്കമുള്ള സ്കൂളാണ്. കണ്ടോ, അത് കാണുമ്പോൾ വിഷമമുണ്ട്. ഇപ്പോൾ കുട്ടികളൊന്നുമില്ല. എല്ലാം 2000 കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ മുക്കളംകരയിലെ സ്കൂളാണ്. എൻ്റെ പെങ്ങന്മാരും എൻ്റെ സുഹൃത്തുക്കളെല്ലാം പഠിച്ച സ്കൂളാണിത്. ഇപ്പോൾ കുട്ടികളൊന്നുമില്ല. തൊട്ട് താഴെ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച അവിടെ ഒരു കെട്ടിടത്തിൽ മാത്രമേ കുറച്ച് പിള്ളേരുണ്ട്. അന്ന് ആനിവേഴ്സറി നടക്കുന്നത്. എൻ്റെ ഭാഗ്യത്തിന് ഇന്ന് വെറുതെ ഇവിടെ ഒന്ന് കാണാൻ കയറി വന്നതാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ കാണാൻ പറ്റി, പരിപാടിയിൽ നിന്ന് പങ്കെടുക്കാൻ പറ്റി. ഈ സ്കൂളിൻ്റെ പഴയ പള്ളി ഇരുന്ന സ്ഥലങ്ങളാണിതെല്ലാം. ഈ പള്ളി ഇവിടുന്ന് പൊളിച്ചു മാറ്റി. ഇത് ഒരു മലയുടെ നെറുകയിലായിരുന്നു. ഭയങ്കര കാഴ്ചയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇതുണ്ട്, പഴയ ഓർമ്മകളൊക്കെ ഇവിടെ വരുമ്പം കിട്ടുക. ഇതുണ്ടോ, ഇതേ ആ കാണുന്ന മലയാണ് വാഗമണ്ണ്. വാഗമണ്ണ് ഗ്ലാസ് പാലമൊക്കെ കാണാൻ. കണ്ടോ, ഇപ്പം ഇച്ചിരി വെളിച്ചക്കുറവ്, വെയിലായതുകൊണ്ടാണ്. ഹായ് സുഹൃത്തുക്കൾ, ഇത് കണ്ടോ, വാഗമണ്ണിൻ്റെ വേറൊരു മലയിൽ നിന്ന് എടുക്കുന്നതാണ് ഇത് കേട്ടോ. വാഗമണ്ണ്, ഇത് നേരെ കാണുന്നതെന്ന് വാഗമണ്ണാണ്. ഇത് മുക്കളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഒരു വീഡിയോ കാണിച്ചില്ലേ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ. അവിടെ നിന്ന് കാണുന്നതാണ്. കണ്ടോ, ഗ്ലാസ് പാലമൊക്കെ അടുത്ത് കാണാം. നമ്മൾ ഇവിടുന്ന് അധികം ദൂരമില്ല, നടന്നു പോകാനേ ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ ഈ നാട്ടിലെല്ലാവരും ഒന്നും അങ്ങനെ സ്ഥിരം പോകുന്ന സ്ഥലങ്ങളല്ല. വിദേശ രാജ്യത്ത് നിന്ന് വരുന്നവർക്കും ടൂറിസ്റ്റുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ്. എൻ്റെ സ്ഥലമാണ്, എൻ്റെ തൊട്ട പ്രദേശം ഇത്. എന്നിട്ടും ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇതുവരെ പറ്റിയില്ല ചിലപ്പോഴൊന്നും. എല്ലാ സമയത്തും വന്ന് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ നല്ല രസമുള്ള സ്ഥലമൊക്കെ ഉണ്ടോ. എൻ്റെ കുടുംബത്തിനെ ഞാൻ ആദ്യം കാണിക്കാൻ കൊണ്ടതാണ്. കണ്ടിട്ട് അതിശയിച്ച് പോവുമോ. നല്ല സ്ഥലങ്ങൾ. മഴക്കാലത്തൊക്കെ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളത്തിനൊക്കെ ചില ബുദ്ധിമുട്ടുള്ള ഏരിയയാണ്. എങ്കിലും മണ്ടെന്ന് മോൾ ഭാഗത്ത് ആ ഇടുക്ക് കാണുന്നുണ്ട്. ഇടുക്ക്, ഇത് മദാമക്കുളം എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ അതാ ഉപ്പുകുളം, അതാ വാഗമണ്ണിൻ്റെ അടുത്ത പ്രദേശം. ഇതിൻ്റെ ആ മലയിടുക്കിൻ്റെ അവിടെ ഒരു കുളമുണ്ട്. അവിടുന്ന് വെള്ളം എടുക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടുന്ന് ഓസ് വഴി, ഇതുണ്ടോ, ഓസ് വഴിയൊക്കെ ഇവിടെ ടാങ്ക് പണിതിട്ട് ഓസ് ഇട്ടേക്കുന്നുണ്ട്. ഓസ് ഇട്ടേക്കുക. ഇവിടെ വെള്ളം മണ്ടയിലൊരു ടാങ്കുണ്ട്. മണ്ടയിലല്ല, തൊട്ട് താഴെ ഒരു ടാങ്കുണ്ട്. ആ ടാങ്കിൽ നിന്ന് മണ്ടയിൽ നിന്ന് വെള്ളം വരുന്നതാണ് കേട്ടോ. അതുകൊണ്ട് എന്ത് രസമാണെന്ന് നോക്കിയ സ്ഥലങ്ങളൊക്കെ. ഇതെല്ലാം എന്നൊക്കെ അതുണ്ടോ. ഈ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ ഒന്ന് കാണാതിരിക്കല്ലേ, കാണണം കേട്ടോ. നല്ല മലമ്പ്രദേശങ്ങൾ, നല്ല വ്യൂ ആണ്. വിദേശ രാജ്യങ്ങൾക്ക് വരുന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടങ്ങളുള്ള സ്ഥലങ്ങളാണ്, ടൂറിസ്റ്റുകൾക്കൊക്കെ. സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുകളിലത്തെ പള്ളി പൊളിച്ചു കഴിഞ്ഞ് പണിത പള്ളിയാണ് ഇവിടെ. എന്തൊരു ഐശ്വര്യമാണെന്ന് നോക്കി. നല്ലൊരു പ്രകൃതിരമണീയമായ സ്ഥലത്താണ് ഈ പള്ളി ഇരിക്കുന്നത്. നല്ല അച്ചട്ടുള്ള പള്ളിയാണ്. ദൈവം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് കേട്ടോ. എല്ലാ ദൈവങ്ങളും ഒരുപോലെ. നമ്മളത് ഏത് ദൈവത്തിനെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് വിളിച്ചാൽ എല്ലാ കഷ്ടപ്പാടും മാറിക്കിട്ടും. അതുപോലെ തന്നെ ഈ പള്ളിയിൽ ഈ മാതാവിൻ്റെ അടുത്ത് വന്ന് എന്ത് പറഞ്ഞാലും നമ്മുടെ കാര്യങ്ങൾ സാധിക്കും. നമ്മുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ധൈര്യമായിട്ട് ഇവിടുന്ന് പറയാം. ഞാൻ കൊച്ചിലെ തൊട്ട് പഠിച്ച സ്കൂളിൻ്റെ പരിസരമാണ് ഈ കാണുന്നില്ല. ഇപ്പം നിലവിൽ ഈ സ്കൂൾ മാത്രം, ഈ കാണുന്ന കെട്ടിടം മാത്രമേ ഉള്ളൂ. കാലത്തിൻ്റെ മാറ്റം വന്നപ്പോഴത്തെ എല്ലാവരും പുതിയ സൗകര്യങ്ങൾ നോക്കി ടൗൺ മേഖലയിലേക്ക് മാറിക്കൊണ്ടിരുന്നു. 2000 കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂളാണിത്. ഹായ് സുഹൃത്തുക്കളെ, ഇതൊന്ന് കണ്ടു നോക്കണേ. ഇത് മുക്കളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മൾ പണ്ട് ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞ ശവക്കോട്ട എന്ന് പറയും, നമ്മൾ സെമിത്തേരി. ഇപ്പോഴെങ്ങനെയുള്ള ഒന്നുമില്ല. ഞങ്ങൾ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഈ പള്ളി വകയുള്ള സ്ഥലങ്ങളായത് കേട്ടോ. ഇതൊക്കെ ഭയങ്കര ഓർമ്മകൾ വരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ ഇവിടെയൊക്കെ വരുമായിരുന്നു. ഇന്ന് കുട്ടികൾക്കൊക്കെ ഇതിലെ വരാൻ പേടിയാണ്. ഇന്ന് കാണേണ്ട കേസാണ് കേട്ടോ. ഭയങ്കരമായിട്ട് പഴയ ഓർമ്മകൾ വരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. കണ്ടോ, ഓരോരുത്തർ ഇപ്പോഴും ഇവിടെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ട് അടക്കം ചെയ്യുന്നുണ്ട്. ഇത് ഒരു മലയുടെ മണ്ടയാണ് കേട്ടോ. നല്ല പ്രദേശങ്ങളാണ് ഇതെല്ലാവരും ഒന്ന് കാണണം കേട്ടോ.
കാണാതിരിക്കണില്ല. ഇതൊക്കെ അപൂർവമായിട്ട് കാണുന്നത് മലയുടെ മുകളിൽ